ഹലോ. 2 മുട്ടയും 1 ബ്രെഡും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റമദാൻ സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ. വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ചായക്കടി റെഡിയാക്കാം കേട്ടോ. വളരെ സിമ്പിളെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട. കൈ കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു ഡൗ ഒന്നും ഉണ്ടാക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് റൊട്ടിയാണ് കേട്ടോ. റൊട്ടി നമ്മൾ ചെറിയ സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ പൊടിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും മുട്ടയും ബ്രെഡും എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാ സ്ലൈസ് നമ്മളൊരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്ക്വയറായിട്ട് ഓരോ സ്ക്വയർ പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണേ. ഇങ്ങനെ സ്ക്വയറായിട്ട് തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഈ റംദാനൊക്കെ നല്ലൊരു വെറൈറ്റി സ്നാക്കായിട്ട് നിങ്ങൾക്ക് ടേബിളിൽ കൊണ്ടുവെക്കാം കേട്ടോ. എല്ലാവരും ഇതിൻ്റെ റെസിപ്പി ഒന്ന് ചോദിക്കും. അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡാണെങ്കിൽ സ്ക്വയറായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ബീൻസ് ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്തു. പിന്നെ ക്യാരറ്റ് വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ടയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു മുട്ടയെ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഒരു മുട്ടയെ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കുറേശ്ശെ മഞ്ഞൾപ്പൊടി, ആ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ മുട്ട 1 2 എണ്ണം ചേർക്കുമ്പോഴത്തേക്കും ചിലപ്പം വെള്ളം പോലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരെണ്ണം ചേർത്താൽ മതിയാവും. കാരണം നമ്മൾ കുറച്ച് ബ്രെഡല്ലേ എടുത്തേക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അളവനുസരിച്ച് മുട്ട ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും ഒരെണ്ണം ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളതൊന്ന് എടുത്തിട്ട് ഒന്ന് കട്ട്ലറ്റ് പോലെ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട്. ശരിക്കും നല്ലൊരു ഹെൽത്തി സ്നാക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ബ്രെഡ് ഉള്ളതുകൊണ്ട് ഒരിക്കലും ഹെൽത്തി അല്ല. പക്ഷേ ഒരു ഇഫ്താറിനൊക്കെ ഒരു വെറൈറ്റി റെസിപ്പി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലും ഈ റെസിപ്പീസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടമുള്ള നമ്മുടെ വെജീസൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. വേണമെങ്കിൽ ചിക്കന് ഒന്ന് പുഴുങ്ങിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെജീസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വെജീസ് ഒന്ന് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവർ കഴിച്ചോളും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് ആകുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടമാവുമല്ലോ അല്ലേ. അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ മൊരിഞ്ഞ് ആകെ നല്ല സോഫ്റ്റായിട്ടും ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ റമദാന് എല്ലാവരുടെ മുന്നിൽ സ്റ്റാറാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് മുട്ടയും ബ്രെഡും വെച്ചിട്ട്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.